നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബാറ്ററി. എന്നാൽ സാധാരണ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ബാറ്ററി ഉണ്ടാക്കാൻ പറ്റിയ അത് സംഭവമായിരിക്കും അല്ലേ? നോക്കാം എന്ന്. എല്ലാവർക്കും MK വണ്ടേഴ്സിലേക്ക് സ്വാഗതം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബോക്സിൽ ഇതിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഹിറ്റ് ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ഇതാണ്. നമ്മൾ റിമോട്ടിൽ ഉപയോഗിക്കാറുണ്ട്, പല സ്ഥലത്തും ഈ ബാറ്ററി ഉപയോഗിക്കാറുണ്ട് അല്ലെ. പിന്നെ വേറൊരു ബാറ്ററിയാണ് ഇത്. ഇതിപ്പോ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറില്ല, എന്തുകൊണ്ട് വെച്ചാൽ മൊബൈലിൽ തന്നെ ഹിഡൻ ആണ് ഉണ്ടാവില്ല. ഇപ്പൊ ഇത് ലിഥിയം അയോൺ ബാറ്ററി. ഇനി സാധാരണ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേപ്പർ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേപ്പർ ബാറ്ററിനെ കുറിച്ചാണ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പേപ്പർ ബാറ്ററിയുടെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെ കുറിച്ച് അറിയുന്നെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ പേപ്പർ ബാറ്ററി എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പേപ്പറിലെ മെയിൻ കണ്ടന്റ് ആണ് സെല്ലുലോസ്. അതും അതിനൊന്നിച്ച് കാർബൺ നാനോ ട്യൂബും കൂടി ചേർത്ത് നമുക്ക് പേപ്പർ ബാറ്ററി ആക്കാൻ പറ്റും. അതാണ് പേപ്പർ ബാറ്ററി, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്. ഇനി പേപ്പർ ബാറ്ററിന്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പൊ പേപ്പർ ബാറ്ററി എന്താണ് പറഞ്ഞതിന്റെ കണ്ടന്റ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനി പേപ്പർ ബാറ്ററിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ് പറയാൻ, എന്നാൽ ചെയ്യാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ പേപ്പർ ബാറ്ററി ആക്കാൻ വേണ്ടി ആദ്യം നമുക്ക് എടുക്കേണ്ടത് പേപ്പറാണ്. സെല്ലോസ് കണ്ടന്റ് കൂടുതൽ പേപ്പർ എടുക്കുക. അതായത് സാധാരണ പേപ്പറിൽ സെല്ലോസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ഇങ്ക് ഒഴിക്കുകയാണ്, ഒരു ബ്ലാക്ക് കളറിന്റെ ഇങ്ക് ഒഴിക്കുകയാണ്. ആ ഇങ്കിൽ ആ മഷിയിൽ എന്താണുള്ളത്? അതിൽ കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. കാർബൺ നാനോ ട്യൂബ്സും പിന്നെ സിൽവറിന്റെയും നാനോ വയർസ് ഉണ്ട്. അതും ഒരു അയോണിക് ഇലക്ട്രോലൈറ്റ്. ഇത് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ്. ആ ഒരു ഇങ്കാണ് നമ്മൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന പേപ്പറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ പേപ്പറിനെ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഓവനിൽ നമ്മൾ ചൂടാക്കാൻ വെക്കുന്നത്. അതാണ് സംഭവം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പേപ്പർ ബാറ്ററി റെഡിയാണ്. അപ്പൊ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പറയുന്ന അത്ര സിമ്പിൾ അല്ല ഇത് ചെയ്ത് ആക്കല്. ഇനി പേപ്പർ ബാറ്ററിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് നമുക്ക് നോക്കാം. പേപ്പർ ബാറ്ററിന്റെ മെയിൻ കണ്ടന്റ്. അതുകൊണ്ട് തന്നെ പേപ്പർ ബാറ്ററിന് ഏത് ഷേപ്പ് വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്താലും മടക്കിയാലും ഇനി ഇങ്ങനെ ആക്കിയാലും ഒരു കുഴപ്പമില്ല. ആ പേപ്പറിൽ നമുക്ക് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊരു അഡ്വാൻറ്റേജ്. പിന്നെ പേപ്പർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, ഏത് ഇലക്ട്രോലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ശരീരത്തിലെ രക്തം, യൂറിൻ, വിയർപ്പ് പോലും നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി പേപ്പർ ബാറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ 500 പേപ്പർ ഇങ്ങനെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ വോൾട്ടേജ് 500 ഇരട്ടി ശക്തി ഉണ്ടാവും. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു വെച്ചാൽ പേപ്പർ ബാറ്ററി നോൺ ടോക്സിക് ആണ്. അതിനൊന്നും വിഷമില്ല, ഒന്നും നമ്മുടെ ശരീരത്തിന് ഒന്നും ബാധിക്കുന്നില്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാർജ് ചെയ്യാം. ഒരു പേപ്പർ ബാറ്ററി ചാർജ് ചെയ്യണം സാധാരണ ബാറ്ററി ആയിട്ട് ചാർജ് ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10 മുതൽ 20 ഇരട്ടി വരെ സ്പീഡിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ പേപ്പർ ബാറ്ററിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ലൈറ്റ് ആണ്, ഭാരമേ ഇല്ല. ഒരു പേപ്പറിന്റെ വെയിറ്റ് എത്ര പോലെ ഉണ്ടാവും കൂടി വന്നാൽ. എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ബാറ്ററിയോ അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററിന്റെ വെയിറ്റ് നമുക്ക് അറിയുന്നതല്ലേ. അപ്പൊ ഈ ഓരോ ബാറ്ററിന്റെ വെയിറ്റ് ഇത്ര തന്നെ വരുമോ ആ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസിന്റെ വെയിറ്റ് അതിനേക്കാളും എത്രയോ അധികമായിട്ട് വരില്ലേ. എന്നാൽ നമ്മൾ സാധാരണ പേപ്പറിനെ ബാറ്ററി ആക്കി മാറ്റുകയാണെങ്കിൽ ആ പേപ്പർ ബാറ്ററി കൊണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസിന്റെ വെയിറ്റും വളരെ കുറവായിരിക്കും. അതായത് ഡിവൈസിന്റെ വെയിറ്റും ഇൻഡയറക്റ്റ് ആയിട്ട് കുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിവൈസസ് നമുക്ക് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ പേപ്പർ ബാറ്ററി ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇത് പേപ്പർ ബാറ്ററിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആയിരുന്നു, ഗുണങ്ങളായിരുന്നു. ഇനി പേപ്പർ ബാറ്ററിന്റെ കുറച്ച് ദോഷങ്ങൾ നോക്കാം, അല്ലെങ്കിൽ 2 ദോഷങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പൊ പേപ്പർ ബാറ്ററിയിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാർബൺ നാനോ ട്യൂബ് ആണ്. അപ്പൊ കാർബൺ നാനോ ട്യൂബ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സാധനം വളരെ എക്സ്പെൻസീവ് ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതില്ലാണ്ട് നമുക്ക് പേപ്പർ ബാറ്ററി ഉണ്ടാക്കൽ വിഷമല്ലേ. അതുകൊണ്ട് അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത് വെച്ചാൽ ഈ ഒരു സംഭവം ഇപ്പം ലാബിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്, റിസർച്ച് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 100% കമേഴ്ഷ്യലി, അതായത് നമുക്ക് ഒരു സാധാരണ ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ ആയി വന്നിട്ടാ. അപ്പൊ ഇതിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതും കംപ്ലീറ്റ് സക്സസ് ആയി നമുക്ക് പറയാൻ ആയില്ല. അപ്പൊ ഇതായിരുന്നു അതിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജ്. അപ്പൊ ഈ പേപ്പർ ബാറ്ററിന്റെ ഐഡിയ കൊണ്ടുവന്നത് ആരാന്നറിയോ? ഈ ഐഡിയ കൊണ്ടുവരുന്നത് 2007 റോബർട്ട് ലിൻഹർട്ട് എന്ന ഒരു ആളാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. എന്നാൽ പ്രാക്ടിക്കലി ഇത് ചെയ്ത് കാണിക്കുന്നത് 2009 പ്രൊഫസർ യി ക്യൂ അദ്ദേഹമാണ് ഈ ഒരു സംഭവം, അദ്ദേഹത്തിന്റെ ടീം ഒന്നിച്ചാണ് ഈ ഒരു സംഭവം എന്നാണ് ആദ്യമായിട്ട് പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 1.5 വോൾട്ട് ആണ് ഇത് ഈ ഒരു സംഭവം ചെയ്ത സമയത്ത് കിട്ടിയ വോൾട്ടേജ്.
അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്ന് ലൈറ്റ് ഡിവൈസസ് ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ. അതായത് ഭാവിയിൽ ലൈറ്റ് ഡിവൈസസ് ഉണ്ടാക്കാൻ നമുക്ക് പേപ്പർ ബാറ്ററി ഉപയോഗിക്കാം. രണ്ടാമെന്ന് വെച്ചാൽ പേസ് മേക്കേഴ്സിന് വേണ്ടി നമുക്ക് ഈ ഒരു പേപ്പർ ബാറ്ററി ഉപയോഗിക്കാം. പേസ് മേക്കേഴ്സ് എന്താണ്? നമ്മൾ സാധാരണ നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റ് അബ്നോർമൽ ആകുമോ, അത് എന്താണ് അതിന്റെ ഹാർട്ട് ബീറ്റ് ശരി ഇല്ലാത്ത ഒരു സമയത്ത് നമ്മൾ പേസ് മേക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു നോർമൽ ആയിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന സാധാരണ ലിഥിയം അയോണിലെ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോം അല്ല, ചെറിയ മാറ്റമുണ്ട്, എന്നാലും ഇങ്ങനത്തെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ഓൾറെഡി എന്താണ് ഹെവി ആണ്. അപ്പൊ പേപ്പർ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ പേസ് മേക്കേഴ്സ് കുറച്ചുകൂടി അവിടെ ലൈറ്റ് ആയി. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ സ്പേസ് ഷട്ടിലിൽ നമുക്ക് പേപ്പർ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും. അത് വേറൊരു അപ്ലിക്കേഷൻ ആണ്. പിന്നെ പേപ്പർ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഡിസ്പോസബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഡിവൈസസ് ആക്കാൻ പറ്റും. നമുക്ക് പല മെഡിക്കൽ ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒന്ന് പറഞ്ഞു, അപ്പൊ അങ്ങനെ പല ഡിവൈസസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡിസ്പോസിബിൾ മെഡിക്കൽ ഡിവൈസസ് നമുക്ക് പേപ്പർ ബാറ്ററി ഉപയോഗിക്കാം. എന്തുകൊണ്ട് വെച്ചാൽ പേപ്പർ ഡിസ്പോസ് ചെയ്യാൻ ഒരു പണിയുമില്ല, സിമ്പിൾ ആൻഡ് ലൈറ്റ് ആണ്, എന്താണ് നോൺ കൊറോസീവ് ആണ്, ടോക്സിക് അല്ല, എളുപ്പത്തിൽ ഡികമ്പോസും ചെയ്യാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു പേപ്പർ ബാറ്ററിയിലെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഈ പേപ്പർ ബാറ്ററിനെ കുറിച്ച്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെ കുറിച്ച് അറിയുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? ഈ പേപ്പർ ബാറ്ററി ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ഇനി ഭാവിയിൽ വരാൻ പറ്റുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പറയണ്ടല്ലോ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബോക്സിൽ എഴുതിയിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഹിറ്റ് ചെയ്യുക. അടുത്ത ചൊവ്വാഴ്ച ഇതിനെ കാണും ഒരു അടിപൊളിയായിട്ടുള്ള ടോപ്പിക് ആയിട്ടും വരാം. ടിൽ ദെൻ ഗുഡ് ബൈ, സീ യു.